പക്ഷെ ഒയാസസ് എന്ന് പറയുന്ന ഒരു മദ്യ കമ്പനിക്ക് വേണ്ടി എക്സൈസ് മന്ത്രി, ഇടതുപക്ഷത്തിന്റെ എക്സൈസ് മന്ത്രി പോയി മഴക്കുഴി എണ്ണി ഈ കുഴിയൊക്കെ ഉള്ളതാണ്, വെള്ളം ഇവിടുന്ന് എടുക്കുക എന്ന് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുക. സർക്കാർ ചെലവിൽ അല്ലെങ്കിൽ സർക്കാർ ഒരു ബ്രാൻഡ് ഇറക്കുക, ആ ബ്രാൻഡിക്ക് പേരിടാൻ പറയുക, എന്നിട്ട് നമ്മൾ മദ്യവർജനമൊന്നും പറയുക. അതിലെന്തോ പ്രശ്നമുണ്ടെന്ന് ഞാൻ ചൂണ്ടിക്കാട്ടി. ഞാൻ അങ്ങനെ എത്താം. വി ആർ അനു ഈ തീരുമാനം ഏതാണ്? ഈ ബാറുകളുടെ 2 മണിക്കൂർ കൂട്ടാനുള്ള തീരുമാനം, ഏകീകരിക്കാനുള്ള തീരുമാനം പ്രതിപക്ഷം നേരത്തെ അറിഞ്ഞതാണ്. പ്രതിപക്ഷത്തിന്റെ അനുകൂല നിലപാട് എന്ന കോൺഫിഡൻസോടെ എം പി രാജേഷ് പറയുന്നുണ്ട്. പ്രതിപക്ഷത്തിന് ആ വിഷയത്തിൽ ഒരു പരിങ്ങലുണ്ടോ ശ്രീ വി ആർ അനൂപ്? ഒരു പരിങ്ങലുമില്ല ഹാഷ്മി. അതിൻ്റെ മറുപടി പ്രതിപക്ഷ നേതാവ് തന്നെ പച്ചയ്ക്ക് പറഞ്ഞിട്ടുണ്ട്. അതിലേക്ക് ഞാൻ പോകുന്നില്ല. അതിനു മുൻപ് എനിക്ക് പറയാനുള്ളത്, അതിലേക്കൂടെ പോകണം. കേരളത്തിന്റെ എക്സൈസ് മന്ത്രി വാർത്താ സമ്മേളനത്തിൽ കോൺഫിഡൻസോടെ പറഞ്ഞാണ്, അധികാരിനെ കൊണ്ട് പറയിപ്പിക്കരുത്. പ്രതിപക്ഷത്തിന്റെ കൃത്യമായ അറിവോടുകൂടി, പ്രതിപക്ഷത്തിന്റെ അനുമതിയോടുകൂടിയാണ് ഈ തീരുമാനമെന്ന്. അത് പ്രതിപക്ഷ നേതാവ് തന്നെ അതിൻ്റെ മറുപടി പറഞ്ഞിട്ടില്ലേ? എന്നെ ഒരു ഫോൺ കോൾ പോലും വിളിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിൽ കൂടുതൽ എന്ത് വിശദീകരണമാണ് ഒരു വക്താവ് എന്നുള്ളതിൽ ഞാൻ പറയേണ്ടത്? പ്രതിപക്ഷ നേതാവ് വളരെ പച്ചയ്ക്കാണ് പറഞ്ഞിട്ടുള്ളത്. അതിനകത്ത് അദ്ദേഹത്തിന് പറയുന്നതിനകത്തൊരു വാസ്തവമില്ല. ഒരു ഫോൺ കോൾ പോലും വിളിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ മറുപടി മന്ത്രിയാണ് പറയേണ്ടത്. ഇവിടെ കൃത്യമായിട്ട് ഇവിടെ APP മുസ്തഫയെ പോലെ ഒരു സീനിയർ രാഷ്ട്രീയ പ്രവർത്തകൻ സ്വയം പരിഹാസനാവരുത്. അദ്ദേഹം എന്ന് പറയുന്നത്, ഞങ്ങളുടെ മദ്യവർജന പ്രവർത്തനങ്ങളുടെ ഫലമായി കേരളത്തിലെ മദ്യ ഉപഭോഗം കുറഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തിന് വിശദീകരിക്കേണ്ട ബാധ്യതയില്ലേ? പിണറായി വിജയൻ ഈ 10 വർഷമായി നടത്തിയ എന്ത് മദ്യ വർജന പ്രചരണ പരിപാടിയാണ്? പിണറായി വിജയൻ പറഞ്ഞു കേട്ട് ആളുകൾ മദ്യം ഉപേക്ഷിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. സത്യത്തിൽ ഇങ്ങനെ കേസ് മദ്യത്തിൻ്റെ അളവിലൊക്കെ എന്തെങ്കിലും കുറവ് വന്നിട്ടില്ലെങ്കിൽ ഈ പിണറായി വിജയൻ്റെ വർജന പ്രചരണ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടില്ലെന്നേ. കേരളത്തിൽ സ്കൂളുകളിൽ പോലും മയക്കുമരുന്ന് വളരെ വ്യാപകമായി. അതിനേക്കാൾ അതിഗുരുതരമായ മയക്കുമരുന്ന് എന്ന് പറയുന്നത് നമ്മുടെ ജനറേഷനിലൊന്നും കേട്ടുകേൾവിയില്ലാത്ത വിധം സ്കൂൾ കുട്ടികൾ തൊട്ട് കൗമാരക്കാരുടെ ഇടയിൽ മയക്കുമരുന്ന് നാളിതുവരെ ഇല്ലാത്ത വിധത്തിൽ വർദ്ധിച്ചു. അതിനെ അഡ്രസ് ചെയ്യാൻ എന്ത് പ്രവർത്തനമാണ് ചെയ്തിട്ടുള്ളത്? മയക്കുമരുന്ന് റാക്കറ്റിൻ്റെ പിടിയിൽ കേരളം അമർന്നു എന്ന തരത്തിൽ ബഹുമാനപ്പെട്ട കോടതികൾക്ക് പോലും പലപ്പോഴും ഇടപെടേണ്ടി വരികയും പരാമർശങ്ങൾ നടത്തേണ്ടി വരികയും ചെയ്തു. അപ്പോൾ അത്തരം ഇവിടെ അല്ലെങ്കിൽ പറയണം, എന്ത് മദ്യവിരുദ്ധ അല്ലെങ്കിൽ വർജന പ്രചരണ പരിപാടിയാണ് പിണറായി വിജയൻ സർക്കാർ നടത്തിയത്? അതുണ്ടാക്കിയ ഇമ്പാക്റ്റ് എന്താണെന്ന് ഈ ചർച്ചയ്ക്കകത്ത് കേവലം കണക്കുകൾ പറയാതെ VPP മുസ്തഫ, അദ്ദേഹം സർക്കാരിൻ്റെ പ്രതിനിധി, CPMൻ്റെ പ്രതിനിധി എന്നുള്ളതിൽ വിശദീകരിക്കണം. പിന്നെ ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം എന്താ? ഈ സർക്കാരിൻ്റെ കാപട്യമാണ് പ്രശ്നം, ഹിപ്പോക്രസിയാണ് പ്രശ്നം. ഈ സർക്കാർ ഇപ്പം ഞങ്ങളുടെ നിലപാട് 24 മണിക്കൂറും കേരളത്തിലെ മദ്യശാലകൾ തുറന്നിരിക്കുകയാണ് ഞങ്ങളുടെ നിലപാടെങ്കിൽ അങ്ങനെ പറഞ്ഞു കൊടുത്ത തെരഞ്ഞെടുപ്പിൽ നേരിടുന്നേ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കേട്ടതല്ലേ, നിങ്ങൾ അടച്ച സ്കൂളുകൾ ഞങ്ങൾ തുറക്കും, നിങ്ങൾ തുറന്ന മദ്യശാലകൾ ഞങ്ങൾ പൂട്ടിക്കുമെന്നൊക്കെ പറഞ്ഞ് ഈ പ്രചരണം നടത്തിയ ആളുകൾ ഈ ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത് ഇവരുടെ മുഖമുദ്രയായി മാറി. ഇവരുടെ നേതാവ് ഇരട്ടച്ചങ്കനല്ല, ഇരട്ടത്താപ്പനാ. ഏത് കാര്യത്തിലാണ് ഇവർക്ക് ഇരട്ടത്താപ്പില്ലാത്ത? ശബരിമലയുടെ കാര്യത്തിൽ ഒരു വശത്ത് വിശ്വാസത്തിൻ്റെ കൂടെയാണെന്ന് പറയുക, മറുവശത്ത് പുരോഗമനം പറയുക, എന്നിട്ട് സമരം ചെയ്യുന്ന ആളുകളെ രഹസ്യമായി സഹായിക്കുക. അപ്പം അതിജീവിതകളുടെ കാര്യം താങ്കൾ കാണുന്നതല്ലേ? ഇവിടെ കൃത്യമായിട്ട് നേരത്തെ അതിജീവിതകൾക്കൊപ്പമാണ് എന്ന് പറഞ്ഞ് ഒരു കപ്പും സോസറും പിടിച്ച് പരസ്യം ചെയ്ത ആൾ PT കുഞ്ഞു മുഹമ്മദിനെതിരെ അതിജീവിത 6 തവണ കത്തെഴുതി. ഇവിടെ പിണറായി വിജയൻ്റെ ആ കപ്പ് കളവ് പോയോ? എന്താ ഇവിടെ സംഭവിക്കുന്നത്? അദ്ദേഹത്തിൻ്റെ അതിജീവിതകളോടുള്ള ഐക്യദാർഢ്യം ആവിയായി പോയോ? അങ്ങനെ മദ്യത്തിൻ്റെ കാര്യത്തിലായാലും വിശ്വാസത്തിൻ്റെ കാര്യത്തിലായാലും ഈ പറയുന്ന സ്ത്രീപക്ഷ നിലപാടിൻ്റെ കാര്യത്തിലായാലും ഇരട്ടത്താപ്പാണെന്നേ, കള്ളത്തരമാണ്, കാപട്യമാണ്. കേരളം വിലയിരുത്തുകയാണ്. ഇവരെ വലിയ കാര്യങ്ങൾ വലിയ വായിൽ പറയുന്നു. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുമ്പോൾ ഇവിടെ ചെയ്യാനെന്താ കാരണം? കേരളത്തിൽ ഓരോ ഫയലും ഒരു ജീവിതമാണെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി മറ്റൊരു ഫയലും ഇല്ലാത്ത വേഗത്തിലല്ല കാര്യങ്ങൾ നിൽക്കുന്നത്. ഇവിടെ ചില ജീവിതങ്ങൾ എന്താ വലിയ ജീവിതങ്ങളാകുന്നത്? 2 തരം ജീവിതം ഉണ്ടോ? ഈ പറയുന്ന മാവ് പറഞ്ഞിട്ടുണ്ട്, പർവ്വതത്തിനേക്കാൾ കനം കൂടിയ ജീവിതവും ഈ പറയുന്ന പക്ഷിത്തൂലിനേക്കാൾ കനം കുറഞ്ഞ ജീവിതം ഉണ്ടെന്ന്. ഇവിടെ ബാർ മുതലാളിമാരുടെ ജീവിതം പർവ്വതത്തിനേക്കാൾ കനം കൂടിയ ജീവിതമാണെന്ന് ഈ പറയുന്ന പിണറായി വിജയന് അഭിപ്രായമുണ്ടോ? സാധാരണക്കാരുടെ ഫയലുകളുടെ തീർപ്പിലൊന്നും ഇല്ലാത്ത വേഗത. നടന്നു, നാട്ടുകാർ കരഞ്ഞു പറഞ്ഞു, വാവിട്ട് പറഞ്ഞു, നടക്കടക്കിടക്കെന്ന് പറഞ്ഞു. ആരും അടച്ചില്ല. 27കാരൻ അതി വീണ് മൂക്കുകുത്തി വീണ് മരിച്ചു. നാളെ മാൾട്ടയ്ക്ക് ജോലി കിട്ടി പോകേണ്ട ഒരു പാമ്പ് പിടിച്ചവനാണ്. ഇന്ന് കല്ലറയ്ക്കകത്ത് ഉറങ്ങുക. അപ്പൊ അത് പാവങ്ങളുടെ ജീവിതം, ഇത് വലിയവരുടെ ജീവിതം. അത് വിട്, അതങ്ങനെയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.